ഹലോ ഹായ്, എങ്ങനെയുണ്ട് മഴ? എല്ലാവർക്കും മതിയായ? പക്ഷെ എനിക്ക് മതിയായിട്ടേ ഇല്ല കേട്ടോ. ഏറ്റവും ഇഷ്ടം എനിക്ക് മഴയാണ്. മേലെ ആദ്യം അന്ന് ഞാനും പറഞ്ഞ കൊണ്ട് വൃത്തിയാക്കിയില്ല ടെറസ്. ആദ്യം വെള്ളം കെട്ടിന്ന് കുളം പോലെ. അന്നേരം എല്ലാവരും പറഞ്ഞു ഗീതച്ചി നിങ്ങൾ വൃത്തിയാക്കായിട്ട് അല്ലേ നല്ല വൃത്തിയാക്കായിട്ട് നല്ല കേട്ടാ. 3 ദിവസം കൂടുമ്പോഴും വൃത്തിയാക്കും. പക്ഷെ ഈ മരം നിറച്ചില്ലോണ്ട് അതിൻ്റെ ഓൾസിലെല്ലാം വന്നിട്ട് അടഞ്ഞുകൊണ്ട് പിന്നെ മേലെ വൃത്തിയാക്കി. അന്നേരം വെച്ചത് മഴ തന്നെയാണ്. ഇതല്ലേ പക്ഷെ കോട്ട് ഊരിയിട്ട് മഴ തന്നെയാലും പനി പിടിക്കും. മക്കളെ ഒരാഴ്ചയായിട്ട് എൻ്റെ പനി മാറ്റി സുഖമില്ലേ? പപ്പാടിൻ്റെ കോട്ട് ഇസ്കി എടുത്തിയതുണ്ടാ രസമുണ്ടാ? വയസ്സ് 50 മനസ്സ് കുഞ്ഞുണ്ടാട്ടോ. എന്താ ചെയ്യണ്ട്? പണ്ട് സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോൾ നമുക്ക് പിന്നെ സ്കൂളിൽ റോഡിന് സൈഡ് നിറച്ച് കണ്ടാന്ന് ഈ വയൽ നിറച്ചും വെള്ളമായിരിക്കും. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മുട്ടോളം റോഡുമ്പിലും വെള്ളമായിരിക്കും. നമ്മൾ ഈ കൊടയെല്ലാം നീർത്ത കൊടയിലിങ്ങനെ പിന്നെ മലത്തി വെച്ചെല്ലാം വെള്ളം കോരിയിട്ട് നമ്മളെ വീടിൻ്റെ അതിരിനെല്ലാം തോടാന്ന് കേട്ടാ. അതിരിന് കുളിക്കുകയെല്ലാം ചെയ്യുന്ന തോടാന്ന്. വേനൽക്കാലത്ത് ഉണ്ടാവില്ലേ? ആ തോട്ടിലെല്ലാം നമ്മൾ പോയിട്ട് തല കുത്തി മാറി കണ്ണിച്ചാനെ പിടിക്കലും പരലിനെ പിടിക്കലും എന്തൊരു സുഖം അറിയാം. ഇപ്പം ഞാൻ മനപൂർവ്വം വെള്ളം പിന്നെ മഴ തന്നെയാണ് കേട്ടാ. ഒരാഴ്ച ഇതേ മഴ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച പിന്നെ അടുക്കളയിൽ നിന്നും പിന്നെ ഹാളെന്നും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈർപ്പടിക്കാൻ തുടങ്ങി. ചവിട്ടുമെല്ലാം വെറും വെള്ളമാണ്. നിങ്ങൾക്കെല്ലാം ഉണ്ട് അങ്ങനെ? പറഞ്ഞൊരു കുറ്റമന്തികാരില്ല അങ്ങനത്തെ മഴയാണ് ഇത്. തീവ്ര മഴ അതിതീവ്ര മഴ എന്നല്ല, ഇത് വേറെന്തോ പേരുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം പോന്നേ ഇല്ലേമോ. മീനെല്ലാം കൂട്ടിയിട്ട് കാലം എത്രയായി അറിയാം മക്കളെ. ഗീതച്ച് ഒന്നും കൂടി കറങ്ങിയിട്ട് അവസാനിപ്പിക്കേ. മഴയത്ത് കയറാന്നൊന്നുമില്ല. നോക്കിയിട്ട് രസമുണ്ട. നോക്കിയിട്ട് കാലെല്ലാം കണ്ടാ. നിങ്ങൾ പറഞ്ഞില്ലേ പപ്പാടിൻ്റെ ചെരുപ്പ് എന്താ? പപ്പാടിൻ്റെ ചെരുപ്പ് തന്നെ. ഇതിടുമ്പോൾ ഒരു സുരക്ഷിതത്വമാണ്. എന്നാ പിന്നെ ഗീതച്ച് കുറച്ചും കൂടി മഴ തന്നെയായിട്ട് നാളെ കുഞ്ഞു വിടേറ്റ് പിന്നെ വരാം.